നമസ്കാരം. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. ഇറാനിൽ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിൽ നിന്ന് 1000 ടൺ റോക്കറ്റ് ഇന്ധനമാണ് ഇറാൻ വാങ്ങിക്കുന്നത്. റോക്കറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറേറ്റ് ആണ് ചൈനയിൽ നിന്നും ഇറാൻ ഇറക്കുമതി ചെയ്യുന്നത്. ഇറാനിയൻ കണ്ടെയ്നർ കപ്പലുകളായ ഗോൾബൺ, ജെയ്റാൻ എന്നിവ ഇപ്പോൾ തന്നെ ചൈനയിലുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചൈനയിൽ നിന്നും റോക്കറ്റ് ഇന്ധനവും കയറ്റി ഇവ ഇറാനിലേക്ക് പുറപ്പെടും. ഇറാൻ ചൈനയിൽ നിന്ന് വാങ്ങുന്ന സോഡിയം പെർക്ലോറേറ്റ് മിസൈലുകൾക്കുള്ള ഖര ഇന്ധനമായ അമോണിയം പെർക്ലോറേറ്റ് നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന 1000 ടൺ സോഡിയം പെർക്ലോറേറ്റ് ഉപയോഗിച്ച് 1300 ടൺ അമോണിയം പെർക്ലോറേറ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് ഇറാന് 250-ലേറെ മിഡ് റേഞ്ച് മിസൈലുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാണ്. ചൈനയിലുള്ള 2 ഇറാനിയൻ ചരക്ക് കപ്പലുകളിൽ ആദ്യത്തേതായ ഗോർബൺ നങ്കൂരമിട്ടിരിക്കുന്നത് ഷാങ്ഹായ്ക്ക് വടക്കുള്ള തായ്കാങ് തുറമുഖത്താണ്. ഇവിടെ നിന്നും രാസവസ്തുക്കളും കയറ്റി ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്കാണ് ഇത് പോകുന്നത്. ചൈനയിൽ തന്നെയുള്ള ഇറാന്റെ 2ാമത്തെ ചരക്ക് കപ്പലായ ജെയ്റാൻ ചൈനയിൽ നിന്നും രാസവസ്തുക്കളും കയറ്റി ഫെബ്രുവരി ആദ്യവാരം തന്നെ ഇറാനിലേക്ക് പുറപ്പെടും. ഈ 2 ചരക്ക് കപ്പലുകളും ചൈനയിൽ നിന്ന് രാസവസ്തുക്കളും കയറ്റി മറ്റൊരു തുറമുഖത്തും അടുപ്പിക്കാതെ 3 ആഴ്ച കൊണ്ട് ഇറാനിലെ ബന്ദർ അബ്ബാസിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 26-ന് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ടെഹ്റാന്റെ മിസൈൽ ഇന്ധന ഉൽപാദന കേന്ദ്രം തകർന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനിലെ സെംനാനിലെ സൈനിക ബഹിരാകാശ പോർട്ടായ ഷാരൂത്ത് സ്പേസ് സെന്ററിലായിരുന്നു ഇറാൻ തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈലുകളും ഖര ഇന്ധനവും സൂക്ഷിച്ചിരുന്നത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഷാരൂത്ത് സ്പേസ് സെന്റർ ആയിരുന്നു തകർക്കപ്പെട്ടത്. ചൈനയിൽ നിന്ന് മിസൈൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതോടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾക്ക് കരുത്തേകും.